ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 9. സത്വം സുഖേ സംജയതി രജഃ കർമ്മണി ഭാരത ജ്ഞാനമാവൃത്യ തു തമഃ പ്രമാദേ സംജയത്യുത. വിവർത്തനം. അല്ലയോ ഭാരതപുത്ര, സത്വഗുണം ഒരാളെ സുഖം കൊണ്ട് ബന്ധിക്കുമ്പോൾ രജോ ഗുണം കാമ്യകർമ്മങ്ങൾ കൊണ്ടാണ് ബന്ധിക്കുക. ജ്ഞാനത്തെ ആവരണം ചെയ്യുന്ന തമോ ഗുണമാകട്ടെ ഉന്മാദം കൊണ്ടും ഒരാളെ ബന്ധിക്കുന്നു. ഭാവാർത്ഥം: പ്രത്യേക വിജ്ഞാന മേഖലയിൽ പ്രവർത്തന നിരതനായിരിക്കുന്ന തത്വചിന്തകനോ ശാസ്ത്രജ്ഞനോ വിദ്യാവിചക്ഷണനോ ആ വഴിയിൽ തൃപ്തനായേക്കാവുന്നതുപോലെ സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യക്തി തൻ്റെ പ്രവൃത്തികളിലും ബുദ്ധി വിഷയകമായ നേട്ടത്തിലും തൃപ്തനാണ്. രജോ ഗുണത്താൽ ഒരു വ്യക്തി കാമ്യകർമ്മങ്ങളിൽ വ്യാപൃതനായേക്കാം. അയാൾ നേടാൻ കഴിയുന്നത്ര നേടുകയും നല്ല കാര്യങ്ങൾക്കായി ചെലവാക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ അവർ ആശുപത്രികൾ തുറക്കാൻ ശ്രമിക്കുകയും ധർമ്മസ്ഥാപനങ്ങൾക്ക് ദാനം നൽകുകയും ചെയ്യാറുണ്ട്. രജോ ഗുണത്തിൽ വർത്തിക്കുന്ന ഒരാളുടെ ലക്ഷണം ഇതാണ്. തമോ ഗുണം ജ്ഞാനത്തെ ആവരണം ചെയ്യുന്നു. തമോ ഗുണമുള്ളവർ ചെയ്യുന്നത് അവർക്കോ മറ്റുള്ളവർക്കോ പ്രയോജനകരമല്ല. ശ്ലോകം 10. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത രജഃ സത്വം തമശ്ചൈവ തമഃ സത്വം രജസ്തഥാ. വിവർത്തനം. അലയോ ഭാരത, ചിലപ്പോൾ സത്വഗുണം രജസ്തമോ ഗുണങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറും. ചിലപ്പോൾ രജസ് സത്വതമോ ഗുണങ്ങളെ കീഴടക്കുന്നു. മറ്റു ചിലപ്പോൾ തമസ് സത്വരജസ്സുകളെയും. ഈ വിധത്തിൽ എപ്പോഴും ആധിപത്യത്തിനുള്ള മത്സരം നിലനിൽക്കുന്നു. ഭാവാർത്ഥം: രജോ ഗുണം മുന്നിട്ടു നിൽക്കുമ്പോൾ സത്വതമസ്സുകൾ പരാജയപ്പെടുന്നു. തമസാണ് മുന്നിട്ടു നിൽക്കുന്നതെങ്കിൽ രജസ് സത്വഗുണങ്ങൾക്കാണ് തോൽവി. സത്വഗുണം മുന്നിട്ട് നിൽക്കുമ്പോൾ രജസ്തമോ ഗുണങ്ങൾ പരാജയപ്പെടുന്നു. ഈ മത്സരം എപ്പോഴും തുടർന്നു പോരുകയാണ്. അതുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കണം. ഇവയിൽ ഒന്നിൻ്റെ ആധിപത്യം ഒരാളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പെരുമാറ്റങ്ങളിലും ആഹാര രീതികളിലുമൊക്കെ സ്പഷ്ടമായി കാണുക പതിവാണ്. അതിനെപ്പറ്റി ഇനിയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്നുണ്ട്. താൽപ്പര്യമുള്ള പക്ഷം ആർക്കും പരിശീലനം കൊണ്ട് സത്വഗുണം വളർത്തി രജസ്തമസ്സുകളെ തോൽപ്പിക്കാം. രജോ ഗുണം വർദ്ധിപ്പിച്ച് സത്വതമസ്സുകളെ കീഴടക്കാനും തമോ ഗുണത്തെ പോഷിപ്പിച്ച് സത്വരജസ്സുകളെ നശിപ്പിക്കാനും സാധിക്കും. ഇങ്ങനെ ഭൗതിക പ്രകൃതിക്ക് 3 ഗുണങ്ങളുണ്ടെങ്കിലും സ്ഥിരനിശ്ചയമുള്ളവർക്ക് സത്വഗുണത്താൽ അനുഗ്രഹീതരാവാം. അതിനെയും അതിക്രമിച്ച് വസുദേവാവസ്ഥയെന്ന വിശുദ്ധ സത്വത്തിൽ എത്താം. ഇവിടെയാണൊരാൾ ഈശ്വര ശാസ്ത്രാഭിജ്ഞനാകുന്നത്. ഒരു മനുഷ്യനിൽ ഏതു ഗുണത്തിനാണ് സ്വാധീനതയെന്ന് അയാളുടെ പ്രത്യേക പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.